പ്രേക്ഷകരെ ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഒ.ജെ. ജനീഷ് എന്ന നമ്മുടെ യങ് ക്യാബിനറ്റിലെ യങ് മിനിസ്റ്റർക്ക് കൊടുങ്ങല്ലൂരിലെ അട്ടിമറി ജയത്തിൽ തുടങ്ങിയ ഞെട്ടിപ്പിക്കൽ ഇപ്പോൾ മൻമോഹൻ ബംഗ്ലാവിൽ എത്തി നിൽക്കുകയാണ്. ഇന്നിപ്പം നമുക്കിപ്പോൾ ലീഡേഴ്സ് മോർണിംഗിലുള്ളതും യുവജന കായിക വകുപ്പ് മന്ത്രി ശ്രീ ഒ.ജെ. ജനീഷാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. മിനിസ്റ്ററെ, കേൾക്കാമല്ലോ അല്ലേ? അങ്ങക്ക് കേൾക്കാം. ഇപ്പോൾ അങ്ങ് ഇന്ന് നമ്മൾ ഈ ചായ ദിനത്തെ കുറിച്ച് പറയുന്നത്, അങ്ങൊരു ചായ പ്രേമിയാണോ? ചായ കുടിക്കാറുണ്ടോ? അങ്ങനെ ഒരു ശീലം ഉണ്ടോ? അങ്ങനെ ഒരു ദുശീലമുണ്ട്. ചായ കുടിക്കലിൻ്റെ എണ്ണം കൂടുതലാണ്. ഒരു പ്രശ്നം കൂടിയുണ്ട്. സാധാരണ പിന്നെ ഒരു ദിവസം ഒരു 10 എണ്ണം വരെയൊക്കെ പോകുന്നൊരു സ്വഭാവമുണ്ട്. ശരിക്കും 10 ചായ കുടിക്കും ഒരു ദിവസം? അത് എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളൊരു ശീലമായിരിക്കും. നമ്മൾ പലപ്പോഴും ആളുകളൊക്കെ കാണാനൊരു മീറ്റിംഗ് പോയിന്റ് ഏതെങ്കിലും ടീ ഷോപ്പ് എടുക്കും. സ്വാഭാവികമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ചായ കുടിക്കും. സംസാരം നീണ്ടു കഴിഞ്ഞാൽ കുറേ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഒരു ചായ കൂടി കുടിക്കും. അങ്ങനെയൊക്കെ വന്നൊരു ശീലമായിരിക്കും. ഏകദേശം ഇപ്പോൾ ഒരു 8-10 ചായയൊക്കെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയാലും പോകാറുണ്ട്. കുറയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അത്ര നല്ല ശീലമല്ല എന്നെല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ. മിനിസ്റ്റർ, ഞാൻ നേരത്തെ ചോദിച്ചതേ, വകുപ്പ് യുവജന കായികമാണ്. കാര്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ആദ്യമായിട്ട് MLA, അപ്പോഴേക്കും മന്ത്രി, വമ്പൻ ഉത്തരവാദിത്തമാണ്. വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം പിന്നെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ചുമതല കൂടിയാണ്. അത് വളരെ കൃത്യമായി തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ പഠിച്ച് അതിൻ്റെ സാഹചര്യങ്ങളും പിന്നെ സാധ്യതകളും മനസ്സിലാക്കി ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റം വരുത്തി, തുടരേണ്ടതാണെങ്കിൽ തുടർന്നും ഈ വകുപ്പിൽ ഒരു വലിയ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ കാലത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ ഈ പിന്നെ സ്പോർട്സ് യുവജന സംഘടനകൾക്കിടയിലൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യൂത്ത് ക്ലബ്ബുകളായാലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയായാലും അത് പുതിയ കാലത്തിനനുസരിച്ച് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് പിന്നെ ആദ്യഘട്ടത്തിൽ ആലോചിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിച്ചതിന് ശേഷം തീരുമാനമാകുന്നതിന് ശേഷമൊക്കെ കൂടുതൽ പറയും. ഓക്കെ മിനിസ്റ്റർ, ഞാനിപ്പോൾ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യം കൊണ്ട് അങ്ങ് തെറ്റായിട്ട് അതിനെ എടുക്കരുത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ഈ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലൈക്ക് മെസ്സി വരുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. ലോകകപ്പ് ദേ വരാൻ പോവാണ്. മെസ്സി നിശ്ചയമായിട്ടും ഇറങ്ങും. പുതിയ കായിക മന്ത്രിക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അല്ല, കഴിഞ്ഞ തവണ കായിക മന്ത്രിയും പിന്നെ അതുപോലെ തന്നെ ചില മാധ്യമങ്ങളൊക്കെ അത് പറയുമ്പോൾ എല്ലാ കായിക പ്രേമികളെ പോലെയൊക്കെ തന്നെ നമ്മളും അതൊക്കെ വരുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ അതങ്ങനെ ഒരു പ്രസ്താവനയിലൂടെയൊക്കെ ചാടിക്കേറി പറയേണ്ട കാര്യമല്ല. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പഠനവും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം പറയേണ്ട ഒരു കാര്യമായിരുന്നു അന്ന് തന്നെ. അതില്ലാത്തതിൻ്റെ ഒരു അവധാനതക്കുറവാണ് അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ച് പിന്നീട് പലതവണ മാറ്റി പലതരത്തിൽ പറയേണ്ടതായി വന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊരു തലക്കെട്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടനെ വളരെ കാര്യക്ഷമമായി ചെയ്യുക, അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ മലയാളികൾക്ക് ഒരു സ്വപ്നമാണല്ലോ. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളിലേക്ക് ഒരു സ്വപ്നമാണ് പിന്നെ മെസ്സിയൊക്കെ ഒന്ന് കേരളത്തിൽ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ അത് അത്രത്തോളം എളുപ്പമല്ലായ കാര്യങ്ങളും അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് വളരെ ലാഘവബുദ്ധിയോട് കൂടി കഴിഞ്ഞ മന്ത്രി അതിനെ പറ്റി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എങ്കിലും അതൊക്കെ ഒരു ശരാശരി മലയാളികളായിട്ടുള്ള ഫുട്ബോൾ പ്രേമികളൊക്കെ വളരെ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. യെസ് മിനിസ്റ്റർ, ഇപ്പം കേരളത്തിൽ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇല്ല. ഇപ്പം കലൂർ നവീകരിച്ചു, പക്ഷെ അതിന് ഫിഫയുടെ ഫിറ്റ്നസ് ഒന്നുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 300 കോടിയിലധികം മുടക്കി ഒരു സ്റ്റേഡിയം പണിയാൻ കഴിഞ്ഞ സർക്കാർ അനുമതി കൊടുത്തിരുന്നു. അപ്പം അതിനുള്ള തുടർച്ചയൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സമൂലമായ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റുകളും ഗെയിംസ് ഇവൻറ്റ്സൊക്കെ നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കായിക മേഖലയിൽ കുറേ കൂടിയൊക്കെ ഇടപെടലുകളും ആവശ്യമാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഈ വകുപ്പിൽ അങ്ങനെ ഇപ്പോൾ തന്നെ കയറി അങ്ങനെയുള്ള സംഗതികളെല്ലാം തന്നെ അത് ഉടനെ ആരംഭിക്കുമെന്ന് പറയുകയല്ല. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു 100 ദിന കർമ്മ പദ്ധതിയാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യ 100 ദിനത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് അതിനെ സംബന്ധിച്ച് ബ്രീഫിംഗ് വരും ദിവസങ്ങളിലൊക്കെ നൽകുന്നതാണ്. ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതിവേഗം ചെയ്തു തീർക്കുക എന്നുള്ള ഒരു സമീപനം എടുക്കുക. ഓക്കെ മിനിസ്റ്റർ, അങ്ങക്ക് നിയമസഭയിലേക്ക് പോകണം, തിരക്കുണ്ട് എനിക്കറിയാം. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാനിപ്പോൾ നിർത്താം. ഒരു കായിക പ്രേമി കൂടിയാണ് അങ്ങെന്നുള്ള കാര്യം എനിക്കറിയാം. നമുക്ക് പണ്ട് ഒരു IPL ടീം ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് നിന്നില്ല, അതങ്ങ് പോയി. അപ്പം ഇനി അങ്ങനെ ഒരു ശ്രമം കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ?
അല്ല, പരിശോധിക്കും. അതല്ല, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് പോസിറ്റീവായി മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ ഉണ്ടാവും. കായിക പ്രേമികളായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ തേടുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ഒരു സമൂലമായൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഈ വകുപ്പുകളിലൊക്കെ പ്രകടമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ അത്രയൊക്കെ പറയുന്നു. ഓക്കെ. അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങയുടെ തിരക്ക് മാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ മന്ത്രി ശ്രീ ജനീഷ് അദ്ദേഹം സംസാരിക്കുമായിരുന്നു.